ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുന്നതിനു മുൻപായി ഗഗനചാരി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എയ്റോസ്പേസ് മേഖലയിൽ എഞ്ചിനീയറായ എനിക്ക് താൽപ്പര്യമുള്ളതും നിങ്ങൾക്ക് താൽപ്പര്യമുണർത്തുന്നതുമായ വിഷയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള എന്റെ ശ്രമമാണ് ഈ ചാനൽ. എയ്റോസ്പേസ്, മിലിറ്ററി തുടങ്ങിയ മേഖലയിലെ ഉള്ളടക്കത്തിനായി ചാനൽ സന്ദർശിച്ച് വീഡിയോകൾ കാണാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭ്യർത്ഥിക്കുന്നു. ആദ്യമായും അവസാനമായും ഒരു ഇന്ത്യൻ പൗരൻ ബഹിരാകാശ സഞ്ചാരം നടത്തിയിട്ട് 41 വർഷങ്ങളാകുന്നു. 1984-ൽ വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മ സോയൂസ് T-11ൽ സല്യൂട്ട് 7 ബഹിരാകാശ നിലയം സന്ദർശിച്ചു. സോവിയറ്റ് യൂണിയന്റെ ഇന്റർകോസ്മോസ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയത്. കൽപ്പന ചൗള, സുനിത വില്യംസ്, രാജാചാരി തുടങ്ങിയവർ ബഹിരാകാശ യാത്ര നടത്തിയിട്ടുണ്ടെങ്കിലും അവർ വിദേശ പൗരത്വം ഉള്ളവരായിരുന്നു. തുടർന്നുള്ള ദശകങ്ങളിൽ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ഇസ്രോയുടെ പരിഗണനയിൽ ഇല്ലായിരുന്നത് മൂലവും ലോകക്രമത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ മൂലവും ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളുടെ ലിസ്റ്റ് രാകേഷ് ശർമ്മയിൽ ഒതുങ്ങി. എന്നാൽ ഗഗൻയാൻ പദ്ധതിയുടെ അപ്രൂവലിനു ശേഷം ബഹിരാകാശ സഞ്ചാരികളുടെ റിക്രൂട്ട്മെന്റും പരിശീലനവും ഇസ്രോ നടത്തിവരുന്നു. റഷ്യയുമായി സഹകരിച്ചാണ് പരിശീലന പരിപാടികൾ നടത്തിയിരുന്നത് എങ്കിലും 2023-ൽ ആർടെമിസ് അക്കോർഡ്സ് ഒപ്പിട്ട ശേഷം അമേരിക്കയുമായും ഈ മേഖലയിൽ സഹകരണത്തിന് വഴി തെളിഞ്ഞു. സ്പേസ് എക്സ് കമ്പനിയുടെ ഫാൽക്കൺ 9 റോക്കറ്റും അവരുടെ തന്നെ ക്രൂ ഡ്രാഗൺ പേടകവും ഹയർ ചെയ്ത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ബഹിരാകാശ യാത്രകൾ സംഘടിപ്പിക്കുന്ന അമേരിക്കൻ സ്വകാര്യ കമ്പനിയാണ് ആക്സിയം സ്പേസ്. ആക്സിയം സ്പേസ് 2025 ഏപ്രിലിൽ നടത്താൻ നിലവിൽ തീരുമാനിച്ചിരിക്കുന്ന 4ാമത് സ്വകാര്യ സ്പേസ് ഫ്ലൈറ്റിൽ യാത്രികരിൽ ഒരാൾ ഇന്ത്യൻ പൗരനാണ്. ഇസ്രോയുടെ ഗഗൻയാൻ പദ്ധതിയിൽ കാൻഡിഡേറ്റ് ആസ്ട്രോനോട്ട് ആയ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ലയാണ് അദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ബാക്കപ്പായി മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരെ ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നാസ വെറ്ററൻ ആസ്ട്രോനോട്ട് ആയ പെഗ്ഗി വിറ്റ്സനാണ് ഈ മിഷന്റെ കമാൻഡർ. ഇവരെ കൂടാതെ പോളണ്ട്, ഹംഗറി സ്വദേശികളായ മറ്റ് 2 പേർ കൂടി യാത്രികരായി ഉണ്ടാകും. ഏകദേശം 2 ആഴ്ച നീളുന്ന ബഹിരാകാശവാസത്തിനിടയിൽ മൈക്രോഗ്രാവിറ്റിയിൽ നടത്തേണ്ട പരീക്ഷണങ്ങളും പഠനങ്ങളും പൂർത്തിയാക്കി ഭൂമിയിലേക്ക് മടങ്ങിയെത്താനാണ് പ്ലാൻ. ബഹിരാകാശ മേഖലയിൽ മുന്നേറാൻ പ്ലാനിടുന്ന ഇന്ത്യയ്ക്ക് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റിൽ അനുഭവ സമ്പത്ത് കൈവരിക്കാനും വിദേശ ഏജൻസികളുമായി സഹകരിക്കാനും ഉള്ള അവസരം ആണ് ഇതിലൂടെ കൈവന്നിരിക്കുന്നത്.